നമ്മൾ വീണ്ടും പാലക്കാട് പനയമ്പാടത്തേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോൾ സേഫ്റ്റി ഓഡിറ്റ് നടത്തുകയാണ്. പാലക്കാട് SP, RTO, NHAI ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് പനയമ്പാടത്ത് നിന്ന്. ഇക്ബാൽ, ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഉടൻ തന്നെ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ഏത് രീതിയിലാണ് പരിശോധന? വിനീത, ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്രയുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു സേഫ്റ്റി ഓഡിറ്റ് നടത്താനുള്ള തീരുമാനം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. പാലക്കാടിൻ്റെ കൂടി ചുമതലയുള്ള മലപ്പുറം SP R വിശ്വനാഥ് IPS, അതുപോലെ തന്നെ പാലക്കാട് RTO മുജീബ് റഹ്മാൻ, അതുപോലെ തന്നെ NHAIയുടെ ഉദ്യോഗസ്ഥർ, RTOയുടെയും മോട്ടോർ വാഹന വകുപ്പിലെയും വിവിധ ഉദ്യോഗസ്ഥരെല്ലാം ഈ പരിശോധനയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. സേഫ്റ്റി ഓഡിറ്റ് അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ഇപ്പോൾ ഈ പനയമ്പാടത്ത് കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ ഈ മരമില് ഭാഗത്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നത്. 3 മണിയോടുകൂടി തന്നെ പരിശോധന ആരംഭിക്കുകയായിരുന്നു. ഇനി ഈ ദുബായ് കുന്ന് മേഖല വരെ ഈ അപകട സാധ്യതയായി അല്ലെങ്കിൽ അപകട മേഖലയായി നാട്ടുകാർ പരാതി നൽകിയിട്ടുള്ള ദുബായ് കുന്ന് മേഖല വരെ ഈ ഓഡിറ്റ് ഈ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്ന സംഘം പരിശോധന നടത്തും. അതിനുശേഷം കൃത്യമായി തന്നെ ഓരോ വകുപ്പുകളും അവരുടേതായ രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കും. പോലീസ്, RTO, അതുപോലെ തന്നെ NHAI, ഈ 3 വകുപ്പുകളും കൃത്യമായി തന്നെ അവരുടെ നേതൃത്വത്തിൽ ഈ 3 റിപ്പോർട്ടുകൾ തയ്യാറാക്കും. അത് ഈ ചൊവ്വാഴ്ച ഗതാഗത വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ സമർപ്പിക്കും. IITയുടെയും അതുപോലെ തന്നെ നാറ്റ്പാക്കിൻ്റെയും മുൻകാലത്തെ റിപ്പോർട്ടുകളിലെ ശുപാർശകൾ നേരത്തെ ദേശീയ പാത അതോറിറ്റി ഉദ്യോഗസ്ഥർ കൃത്യമായി ഗൗനിച്ചില്ല എന്ന കാര്യം മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇനി സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്ന ഈ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കൂടുതൽ നടപടി ഉണ്ടാവുക എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതായത് റോഡിൻ്റെ പ്രതലവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പനയമ്പാടത്തെ വളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ കൃത്യമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ സേഫ്റ്റി ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ നടപടികൾ ആരംഭിക്കുക അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മേഖലയിൽ ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം ഇപ്പോൾ താത്കാലികമായി ക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ച ഈ പനയമ്പാടം മരമില് മേഖലയിലാണ്. അവിടെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പാലക്കാട്ടെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ നാഷണൽ അതോറിറ്റി ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇപ്പോൾ ചർച്ച നടന്നത്. കൃത്യമായി തന്നെ റോഡിൻ്റെ പ്രതലവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ വളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നത്. നാട്ടുകാരുടെ ആശങ്കകളും പരാതികളും പരിഗണിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും അതുപോലെ തന്നെ ഡോക്ടർ S ചിത്രയുടെയും നേതൃത്വത്തിൽ ജില്ലാ കളക്ടറായിട്ടുള്ള ഡോക്ടർ S ചിത്രയുടെയും നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം ആയിട്ടുള്ളത്. നേരത്തെ മന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പുകൾ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ മേഖലയിൽ, അതായത് ഈ പനയമ്പാടം മേഖലയിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കും. അതിനോടൊപ്പം തന്നെ പാർക്കിംഗ് പരിഷ്കരണം നടപ്പാക്കും. അതായത് പ്രധാനമായും ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇടതുവശത്താണ് ഈ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ആ മേഖലയിലാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ വാഹനങ്ങൾക്ക് സുഖമായി തന്നെ യാത്ര ചെയ്ത് വരാം. പക്ഷേ ഡിവൈഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ പലതും ഈ വലതുവശത്തേക്ക് കയറിയാണ് യാത്ര ചെയ്യുന്നത്. അതാണ് അപകടങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നത്. ഇനി അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഈ ഇടതുവശത്തുള്ള പാർക്കിംഗ് ചെയ്യുന്ന ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വലതുവശത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കൂടിയും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം സ്വീകരിക്കേണ്ട നടപടികൾ അത് ഈ റോഡിൻ്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, ഈ വളവ് നിവർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തണം. ആ പരിശോധനയാണ് ഇപ്പോൾ പാലക്കാട്ടെ SP-യുടെയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് ഇത്തരത്തിൽ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ ഈ പരിശോധന ഇപ്പോഴും തുടരുന്നത്. കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആ വിവര ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നടപ്പാക്കുക. വേഗത നിയന്ത്രിക്കൽ, അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പ്രതലത്തിൻ്റെ മിനുസം ഒഴിവാക്കൽ, അതുപോലെ തന്നെ മറ്റ് വെളിച്ചക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ശാശ്വതമായിട്ടുള്ള പരിഹാരം, അതായത് നേരത്തെ ഈ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി IIT നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം മില്ലിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ ആ മില്ലിംഗ് റോഡിൽ വരയിടുന്ന ആ മില്ലിംഗ് എന്ന് പറയുന്ന പ്രവൃത്തി കൊണ്ട് യാതൊരു രീതിയിലുള്ള ഉപകാരം ഉണ്ടായില്ല. വരയിട്ട് അതിന്റെ മിനുസം കുറയ്ക്കുക, അതല്ലേ മില്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതും ഫലം കണ്ടില്ല എന്നാണല്ലോ നാട്ടുകാർ പറയുന്നതല്ലേ ഇക്ബാൽ?
വിനീത, അത് ഞാൻ ഇപ്പോൾ ആ റോട്ടിലാണ് ഉള്ളത്. ആ റോഡിൽ വെച്ച് തന്നെ കൃത്യമായി ഇക്കാര്യം വിശദീകരിച്ചു തരാം. ഇതാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നടക്കുന്നത് പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ റോട്ടിൽ ഈ JCB ഉപയോഗിച്ച് വരകൾ ഇട്ട ഈ ഭാഗമാണ്. ഇതാണ് മില്ലിംഗ് നടത്തിയിട്ടുള്ള ഭാഗം. ഇത് റോഡിൻ്റെ 2 വശത്തും അതുപോലെ തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായും നടത്തിയിരുന്നു. പക്ഷേ ഈ നിലവിൽ ഈ വശങ്ങളിലുള്ള മില്ലിംഗ് ചെയ്തിട്ടുള്ള വരകൾ മാത്രമാണ് കാണുന്നത്. ഈ റോഡിൻ്റെ ഈ മധ്യമേഖല, അതായത് ഇടഭാഗത്തെല്ലാം നടത്തിയിട്ടുള്ള ഭാഗത്തെ മില്ലിംഗ് എല്ലാം മായിന് പോയിരിക്കുകയാണ്. ഇതിന് കാരണമായി പറയുന്നത് വാഹനങ്ങളുടെ ടയറിൻ്റെ റബ്ബറെല്ലാം കയറി ഇറങ്ങിക്കൊണ്ട് മില്ലിംഗ് മായിന് പോയതായിരിക്കും. അല്ലെങ്കിൽ ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു മേഖലയാണ്. അവിടെ തുടർച്ചയായി ഈ ജലം ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടും ഈ മില്ലിംഗ് മായിന് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ സ്റ്റഡ് ഇട്ടുള്ളത്, ഈ സ്റ്റഡ് തന്നെ വാഹനങ്ങൾ കയറി ഇപ്പോൾ ഈ സ്റ്റഡ് തന്നെ തേഞ്ഞു പോയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ മില്ലിങ്ങിൻ്റെ കാര്യം പറയേണ്ടതില്ല. മില്ലിങ്ങും പൂർണ്ണമായി ഇപ്പോൾ നശിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. അത് കൃത്യമായി പരിപാലിക്കേണ്ടതായിരുന്നു. പക്ഷേ പരിപാലനം കൃത്യമായി നടന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ മില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാവണം. ഈ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതെല്ലാം ഇപ്പോൾ ഈ നടക്കുന്ന സേഫ്റ്റി ഓഡിറ്റിന് ശേഷമായിരിക്കും മന്ത്രിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പാലക്കാടിൻ്റെ കൂടി ചുമതലയുള്ള നിലവിൽ മലപ്പുറം SP ആയിട്ടുള്ള R വിശ്വനാഥ് IPS, അതുപോലെ തന്നെ അഡീഷണൽ SP, അതിനോടൊപ്പം തന്നെ പാലക്കാട്ടെ RTO മുജീബ് റഹ്മാനും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ആ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായി തന്നെ ആ മേഖലയിലേക്ക് എത്തിയാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിൻ്റെ വളവ്, പനയമ്പാടത്തെ വളവ് നിവർത്തുക എന്നതാണ്. മറ്റൊന്ന് ഇതിൻ്റെ പ്രതലത്തിൻ്റെ മിനുസം കുറയ്ക്കുക എന്നതാണ്. നേരത്തെ ഇക്ബാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവിടെ ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്കാണ് മില്ലിംഗ് നടത്തിയത്. അതായത് JCB ഉപയോഗിച്ച് അവിടെ മാന്തിക്കൊണ്ട് പലയിടങ്ങളിലും മില്ലിംഗ് നടത്തിയിരുന്നു. പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായില്ല. ഇപ്പോൾ ഇക്ബാൽ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ അത് മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. കാരണം ദിവസം ആയിരക്കണക്കിന് വണ്ടികളാണ്, ഹെവി വെഹിക്കിൾസ് ഉൾപ്പെടെ, ലോഡ് കയറ്റിയുള്ള ലോറികൾ ഉൾപ്പെടെ അതിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്നും അതിൻ്റെ ഒരു പ്രതലം കൂടുതൽ മിനുസമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇക്ബാൽ, ശാശ്വത പരിഹാരം എന്നത് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്, ഈ റോഡിൻ്റെ പ്രതലത്തിൻ്റെ മിനുസം കുറയ്ക്കുക. ഒപ്പം ഈ മഴ പെയ്യുമ്പോൾ പോലും, അതായത് ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും വാഹനങ്ങൾ തെന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണല്ലോ ആ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി വാഹനം ഓടിച്ചപ്പോഴും അത് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും അത് അദ്ദേഹം സമ്മതിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണോ റോഡ് നിർമ്മിക്കുന്നത് എന്നതുൾപ്പെടെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തൊക്കെ പരിഹാരം വേണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഒക്കെ അവിടെ പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. വിനീത, മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ പനയമ്പാടം മേഖലയിലുള്ള പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായി തന്നെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. ആ ആക്ഷൻ പ്ലാനിൻ്റെ ആദ്യ ഘട്ടമായി തന്നെ ഈ സേഫ്റ്റി ഓഡിറ്റ് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ആ സേഫ്റ്റി ഓഡിറ്റാണ് ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നത്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളൊരു തീരുമാനമുണ്ടാവുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മണ്ണാർക്കാട് മേഖലയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കൃത്യമായി തന്നെ ഈ റോഡിൻ്റെ മധ്യമേഖലയിലുള്ള ഈ വരയ്ക്ക് അപ്പുറമായാണ് വരുന്നത്. പക്ഷേ പല സമയത്തും ഈ പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ഈ വാഹനങ്ങൾ ഈ പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് കൂടി കയറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടാകുമ്പോൾ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനം എത്തിയത് ഈ മണ്ണാർക്കാട് ഭാഗത്തുനിന്നായിരുന്നു. ആ വാഹനം അവിടെ നിന്ന് വരുന്നു. അത് അമിത വേഗത്തിലായിരുന്നു ആ വാഹനം വന്നിരുന്നത്. പെട്ടെന്ന് ഈ വാഹനത്തിന് അവിടെ നിന്നുള്ള ദുബായ്ക്ക് നിന്ന് വരുമ്പോൾ തന്നെ ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നീട് അവിടെ വെച്ച് ഈ വാഹനം ഈ ഭാഗത്തേക്ക്, അതായത് മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ ഈ വലത് വശത്തേക്ക് കയറുകയും പെട്ടെന്ന് ഈ സിമൻറ്റ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടു, അതായത് നിയന്ത്രണം നഷ്ടപ്പെട്ടു. പിന്നീട് ഈ വാഹനത്തിൻ്റെ പിൻവശമാണ് ആദ്യം സിമൻറ്റ് ലോറിയുടെ ക്യാബിനിൽ വന്നിടിക്കുന്നത്. സിമൻറ്റ് ലോറി പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ഏതായാലും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആശങ്കകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കൈമാറുന്നുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ പാലക്കാട് മേഖലയിൽ നിന്ന് വരുമ്പോൾ ഈ റോഡ് ഈ ഭാഗത്ത് വളരെ ചെറിയ ഒരു റോഡാണ്. ഒരു വാഹനത്തിന് മാത്രമാണ്